റസൂൽ ആരാണെന്ന് അറിയണമെങ്കിൽ ഒരു ചരിത്രം പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ സുലൈമിന്റെ വീട്ടിലേക്ക് കടന്നു പോകുമായിരുന്നു. ഉമ്മ സലമയുടെ വീട്ടിൽ പോകുമായിരുന്നു. അവർ വീട്ടിലില്ലാത്ത സമയത്ത് അവിടെ കിടന്നുറങ്ങുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം വല്ലാതെ ക്ഷീണമാണ്. പ്രവാചകൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് കിടന്നുറങ്ങുമ്പോ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഞെട്ടിയുണരുകയാണ്. ഞെട്ടിയുണരുമ്പോ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ കയ്യിലൊരു കുപ്പിയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസവിച്ച് കിടക്കുന്ന ചോരക്കുഞ്ഞിനെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും അതാ മരുഭൂമിയുടെ മടിത്തട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ ഒരു മടിയുമില്ലാതെ തയ്യാറായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതാ തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനെ കണ്ടു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തന്റെ പൊന്നാര മകനെ കണ്ടപ്പോ ആ മകനോട് വല്ലാത്ത ഒരു പ്രണയമായി, തന്റെ പൊന്നാര മകനോട് വല്ലാത്ത സ്നേഹമായി. ആ സ്നേഹം കണ്ടപ്പോ അല്ലാഹു ഒന്നുകൂടെ പരീക്ഷിക്കുകയാണ്. അല്ലാഹുവിനോടാണോ സ്നേഹം, മകനോടാണോ സ്നേഹം? അല്ലാഹു തന്റെ പൊന്നാര മകനെ അറുത്തു കൊടുക്കാൻ പറയുമ്പോ അതിനുപോലും തയ്യാറായ പ്രവാചകനാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹു വിളിക്കുകയാ, യാ ഇബ്രാഹിം. അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും പേര് തന്നെയാണ് അല്ലാഹു വിളിക്കുന്നത്. ഇബ്രാഹിം എന്നാണ് ഇബ്രാഹിം നബിയെ വിളിച്ചത്. അതാ പടച്ചവനെ, മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം സാധാരണ ഒരു പ്രവാചകനല്ല ലൂത്ത് നബി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. ലൂത്ത് നബിയെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് ഖുർആൻ എവിടെന്ന് പരിചയപ്പെടുത്തുകയാ. ലോകത്ത് കടന്നു വരുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ പെണ്ണുങ്ങൾക്ക് പഠിക്കുവാൻ അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തന്ന ചരിത്രമാണ്. ലൂത്ത് നബിയുടെ ജീവിതം നോക്കൂ. ലൂത്ത് നബിയുടെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാണ്. ലോകത്ത് കടന്നു വരുന്ന സർവ്വ പെണ്ണുങ്ങളോട് അല്ലാഹു പറയുകയാ, നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളെ കണ്ട് പഠിക്കടോ. സിനിമാ നായികമാര്, അതാ സീരിയൽ നായികമാര്, റോൾ മോഡലാക്കല്ല്. നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളെ കണ്ട് പഠിക്കൂ. നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളെ റോൾ മോഡലാക്കൂ. എന്നിട്ട് അല്ലാഹു പറയുകയാ, രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകല്ലേ. രണ്ട് പെണ്ണുങ്ങളെ കണ്ടു പഠിക്കല്ലേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു പെണ്ണാണ് ലൂത്ത് നബിയുടെ ഭാര്യ. ആ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്. ആ ലൂത്ത് നബി അല്ലാഹു വിളിച്ചത് എങ്ങനെയെന്നറിയുമോ? യാ ലൂത്ത്. അവിടുന്ന് ലൂത്തേ എന്നാണ് അല്ലാഹു വിളിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട പൊന്നുമകൻ ഈസാ നബി അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസാ. ആ റൂഹുല്ലാഹി ഈസയായ ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിച്ചത് എങ്ങനെയെന്നറിയുമോ? യാ ഈസ ഇബ്നു മറിയം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ അല്ലാഹു വിളിക്കുന്നത് ഈസാ. ഈസാ നബിയുടെ പേരാണ് വിളിക്കുന്നത്. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ ശൈഖുൽ അംബിയാ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ഏറ്റവും കൂടുതൽ പ്രായമുള്ള പ്രവാചകൻ. ആ നൂഹ് നബി അലൈഹിസ്സലാമിനെയും അല്ലാഹു വിളിക്കുന്നത് യാ നൂഹ് യുഹിബ്ബുക ബിസലാം. അല്ലാഹു വിളിക്കുന്നത് നൂഹേ എന്നാണ്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം, ദാവൂദ് നബിയുടെ ചരിത്രം അറിയുമല്ലോ. പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹു ദാവൂദ് നബിയെയും വിളിക്കുകയാണ്. ദാവൂദ് നബിയുടെ പേരാണ് വിളിക്കുന്നത്. അതുപോലെ ഖുർആൻ എടുത്തു നോക്ക്. യാ സക്കരിയാ. സക്കരിയാ നബി അലൈഹിസ്സലാമിനെയും അല്ലാഹു വിളിക്കുന്നത് സക്കരിയാ. നിങ്ങൾ ഖുർആനിന്റെ 114 സൂറത്തുകൾ തിരഞ്ഞു നോക്കൂ. ഓരോ പ്രവാചകന്മാരുടെയും പേരാണ്. ഓരോ പ്രവാചകന്മാരുടെയും പേര്
അല്ലാഹു വിളിക്കുന്നത് എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആനിന്റെ 6000-ൽ പരം വരുന്ന ആയത്തുകൾ തിരയോ. ഒരു സ്ഥലത്ത് പോലും ഈ 114 സൂറത്തിന്റെ ഒരു ഭാഗത്ത് പോലും യാ മുഹമ്മദ് മുഹമ്മദ് എന്ന് അല്ലാഹു ഒരിടത്ത് പോലും വിളിച്ചിട്ടില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സർവ്വ പ്രവാചകന്മാരുടെ പേര് പറയുമ്പോഴും അല്ലാഹു വിളിച്ചത് ആദമേ, നൂഹ്, ഇബ്രാഹീമേ, മൂസ, ദാവൂദ്, ലൂത്ത്, സുലൈമാനെ, എല്ലാ പ്രവാചകന്മാരുടെയും പേര് വിളിച്ചു. എന്നാൽ മുത്തി നബിയുടെ പേര് ഖുർആനിൽ എവിടെങ്കിലും യാ മുഹമ്മദ് എന്ന് കാണാൻ കഴിയില്ല. അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ ആദരവ് ആരാണ് നബി എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ കാരണം മതി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അള്ളാഹ് ഖുർആനിൽ എവിടെയൊക്കെ പറയുന്നുണ്ടോ അവിടെയൊക്കെ അള്ളാഹു ബഹുമാനത്തോടു കൂടിയാ വിളിച്ചേ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാ അയ്യുഹൻ നബിയ്യ് അല്ലാഹു വിളിച്ചത് യാ അയ്യുഹൻ നബിയ്യ്, യാ അയ്യുഹൻ നബിയ്യ്. എന്നിട്ട് ഖുർആൻ നിങ്ങൾ എടുത്ത് നോക്ക്, യാ അയ്യുഹൻ നബിയ്യ് യാ അയ്യുഹർ റസൂൽ. ഇവിടുന്ന് ഖുർആൻ വിളിക്കുന്നത് എന്തിനാ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹു വിളിച്ചത് അങ്ങനെ. മുഹമ്മദുർ റസൂലുള്ളാഹ് പേരല്ല വിളിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, യാ അയ്യുഹൽ മുസമ്മിൽ യാ അയ്യുഹൽ മുദ്ദസ്സിർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഖുർആനിൽ അല്ലാഹ് എവിടൊക്കെ പറയുന്നുണ്ടോ അവിടെ അല്ലാഹു ബഹുമാനത്തോടു കൂടിയ ഏ നബിയെ, ഏ റസൂലെ, ഏ പുതച്ചു കിടക്കണ നബിയെ ഇങ്ങനെ അല്ലാഹ് വിളിച്ചത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇതാ ഇങ്ങനെ അല്ലാഹ് ആദരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചത് ഇങ്ങനെ നമ്മൾ പഠിക്കണം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചു നോക്കണം. അല്ലാഹു ബഹുമാനിച്ച പ്രവാചകൻ, അല്ലാഹു ആദരിച്ച പ്രവാചകനാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രവാചകന്റെ ജന്മദിനം കടന്നു വരുമ്പോൾ ആ പ്രവാചകനെ ആദരിക്കണമല്ലോ, ആ പ്രവാചകന്റെ മദ്ഹ് പറയണമല്ലോ, ആ പ്രവാചകനെ ബഹുമാനിക്കണമല്ലോ. ആ പുണ്യ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവൻ ആഘോഷിക്കാതിരിക്കുന്നത്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കടന്നു വരുമ്പോ, റബീഉൽ അവ്വൽ വരുമ്പോ പച്ചക്കൊടി കെട്ടും, പള്ളി അലങ്കരിക്കും, വീടുകളിൽ മൗലിദ് പാരായണങ്ങൾ നടത്തും, വഅലുകൾ സംഘടിപ്പിക്കും, ഇതുപോലെയുള്ള യോഗങ്ങൾ നടത്തും. അത് പ്രവാചക പ്രണയമുള്ളവർക്കേ കഴിയൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അത് നബിയോടുള്ള ഒരു സ്നേഹം. അല്ലാഹു ആദരിച്ച പ്രവാചകന്റെ ജന്മദിനം കടന്നു വരുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യും. അത് നമുക്ക് ആ പ്രവാചകനോടുള്ള ഒരു സ്നേഹമാ. ആ പ്രവാചകന്റെ മഹത്വം നമ്മൾ അറിയണം. ദീനിന്റെ പുറത്തുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിലേക്ക് കടന്നു പോകണമെങ്കിൽ, അല്ലാഹുവിനെ കുറിച്ച് അറിയണമെങ്കിൽ, അല്ലാഹ് ആരാണെന്ന് അറിയണമെങ്കിൽ, ഒരു അമുസ്ലിമായ മനുഷ്യൻ അല്ലാഹു ആരാണെന്ന് അറിയണമെങ്കിൽ അവൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നേരെ അല്ലാഹുവിലേക്ക് പോകാൻ കഴിയില്ല. അല്ലാഹ് ആരാണെന്ന് അറിയണമെങ്കിൽ ഒരു മനുഷ്യന് ഒറ്റയടിക്ക് അല്ലാഹനെ കണ്ടെത്താൻ കഴിയില്ല. ജാബിർ റളിയല്ലാഹു തആല അൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് ജഅതുകും ബിമാ. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ലഖദ് ജഅതുകും ബിഹാ ബൈളാ നഖിയതൻ വലൗ കാന മൂസാ ഹയ്യൻ മാ വസിഅ ഇല്ല തിബാ. ഒരാൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകനിലൂടെ അല്ലാതെ അല്ലാഹനെ കണ്ടെത്താൻ കഴിയില്ല, അല്ലാഹനെ കുറിച്ച് അറിയാൻ കഴിയില്ല. അല്ലാഹുവിനെ കുറിച്ച് അറിയണമെങ്കിൽ, ഇസ്ലാമിന്റെ പുറത്തുള്ളൊരു മനുഷ്യന് അല്ലാഹുവിനെ കാണണമെങ്കിൽ, അല്ലാഹ് ആരാണെന്ന് അറിയണമെങ്കിൽ അത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ മാത്രമേ അല്ലാഹുവിനെ ഒരു മനുഷ്യന് കണ്ടെത്താൻ കഴിയൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ പ്രവാചകനെ കുറിച്ച് അറിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിലൂടെ മാത്രമേ കഴിയൂ. അതിനുള്ള ഒരു തെളിവ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജാബിർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നാൽ മൂസാ നബിക്ക് അല്ലാഹു ഒരു കിതാബ് കൊടുത്തിട്ടുണ്ട്. ഏത് കിതാബാ? മൂസാ നബിക്ക് അല്ലാഹു കൊടുത്ത കിതാബിന്റെ പേരെന്താ? ഇതിപ്പോ വെടികൊണ്ടതുപോലെ ഇരിക്കണേ. മൂസാ നബിക്ക് അല്ലാഹു കൊടുത്ത കിതാബിന്റെ പേരെന്താ?
തൗറാത്ത് എന്ന് പറയുന്ന ഒരു കിതാബ് കൊടുത്ത പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാം ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ ആരെ പിൻപറ്റി ജീവിക്കുമായിരുന്നു? ആരെ പിൻപറ്റി ജീവിക്കുമായിരുന്നു? പോട്ടെ, ഇനി ഒരു പ്രവാചകൻ, ആകാശ ലോകത്ത് ജീവിച്ചിരിക്കുന്ന 2 പ്രവാചകന്മാരുണ്ട്. ആരൊക്കെയാ? സാധാരണ നബിദിനം വരുമ്പോ ക്വിസ് മത്സരം നടത്തുമല്ലോ, ഇല്ലേ? ക്വിസ് മത്സരം നടത്തത്തില്ലേ? ആകാശ ലോകത്ത് ജീവിച്ചിരിക്കുന്ന 2 പ്രവാചകന്മാരുണ്ട്. ആരൊക്കെയാ? ആരൊക്കെ? ഇവിടെ സമ്മാനമൊന്നുമില്ല, പേടിക്കേണ്ട, ധൈര്യമായിട്ട് പറ, പേടിക്കണ്ട. ആരൊക്കെയാ? ഈസാ നബി അലൈഹിസ്സലാം. പിന്നെ ആരാ? ഹിളർ നബി. ഹിളർ നബി ആകാശത്തെ ജീവിച്ചിരിക്കണേ. ഹിളർ നബി അലൈഹി സ്വലാം എല്ലാ വെള്ളിയാഴ്ചകളിലും പള്ളികളിൽ വരുമെന്ന്, എല്ലാ വെള്ളിയാഴ്ചകളിലും പള്ളി വരുമെന്ന ഹിളർ നബി അലൈഹി സ്വലാം. ഹിളർ നബി അല്ല. ഹിളർ നബി അലൈഹി സ്വലാം നബിയാണെന്നും വലിയാണെന്നൊക്കെ വേറെ ചർച്ചകളുണ്ട്. അത് പോട്ടെ. ആകാശദ്വീപ് ജീവിച്ചിരിക്കുന്ന 2 പ്രവാചകന്മാരിൽ ഒരു പ്രവാചകൻ ഈസാ നബി. 2ാമത്തെ പ്രവാചകൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏത് പ്രവാചകനാപ്പാ? ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഏത് പ്രവാചകൻ? ഇദ്രീസ് നബി അലൈഹിസ്സലാം. എവിടെ ജീവിച്ചിരിക്കണേ? എവിടെ? നിങ്ങൾ എന്തിപ്പാ, എവിടെപ്പാ ജീവിച്ചിരിക്കണേ? സ്വർഗത്തിൽ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എവിടെ ജീവിച്ചിരിക്കണേ? എങ്ങനെ ഈ പ്രവാചകൻ സ്വർഗത്തിൽ പോയത് അറിയോ? വെറുതെ ഇറച്ചിക്കോഴിയെ പോലെ നടന്നാൽ പോരാ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ നമുക്കറിയാം. ഇവിടെ വന്നിട്ട് ഹോട്ടൽ എങ്ങനെ, ബിസിനസ് എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും, മൊബൈൽ കട എങ്ങനെ ഇടാൻ പറ്റും, എങ്ങനെ 4 കാശുണ്ടാക്കും, ഇതാ നമ്മൾ ചിന്തിക്കണേ. ഇദ്രീസ് നബി അലൈഹിസ്സലാം എങ്ങനാ സ്വർഗത്തിൽ പോയെന്നറിയോ? പഠിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആദ്യം അത് പഠിക്കാം, പിന്നെ ബാക്കി പഠിക്കാം. എങ്ങനാ ഈ പ്രവാചകൻ? തന്ത്രം എന്ന് പറഞ്ഞാൽ അത് ഐഡിയ. നമുക്ക് ബിസിനസ്സിൽ നമുക്ക് വളഞ്ഞ വഴിയല്ലേ അറിയൂ, വളഞ്ഞ വഴി തന്നെ. ഇദ്രീസ് നബി അലൈഹിസ്സലാം അള്ളാന്റെ സ്വർഗത്തിൽ പോയ കഥ വായിച്ച് നമുക്ക് തന്നെ കോമഡി പോലെ ചിരി വരും. അത്രയ്ക്ക് മനോഹരമായ ചരിത്രം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്റായിൽ അലൈഹിസ്സലാമും തമ്മിൽ വലിയ കൂട്ടുകാരാണ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കാണാൻ വരും. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലേ? അള്ളാഹുവിലേക്ക് അടുത്ത് കഴിയുമ്പോൾ അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ആ നിൽക്കണ ചങ്ങാതിമാര്, ലത്തീഫ്ക്ക ഉൾപ്പെടെ പലരും ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടല്ലോ. ആജിയാക്കന്മാര് ഒന്നിരിക്കറോ ചങ്ങാതി, വരുന്നവും വരി ഇരിക്കും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. പരിപാടി നടത്തുന്ന 2 ചങ്ങാതിമാർ ഏറ്റവും പുറകെ പോയി നിൽക്കുക, റക്കീബ് ഒത്തിരി നിൽക്കണ പോലെ. ഹാജിയാക്കന്മാരൊക്കെ കയറി ഇരിക്കും. ഒന്ന് വിളിച്ച് കയറ്റിയിരുത്ത്. ആ വലിയ ജുബയിട്ട് ചങ്ങായിയുടെ പേരെന്താ? തടിച്ചിട്ട് ഫാറൂഖ്. എടാ, അത് അള്ളാഹ് നോക്കിക്കോളൂ, നീ നിന്റെ കാര്യം നോക്ക്. സ്വർഗത്തിൽ ഇരിക്കാൻ അവസരം കിട്ടുമ്പോൾ നിങ്ങൾ എന്തിനാ അവിടെ പോയി നടക്കണം? വരുന്നവൻ കയറി ഇരുന്നോളൂ. അൽഹംദുലില്ലാഹ്. അള്ളാഹു കയറി ഇരിക്കുക. ആ ക്യാമറമാൻ്റെ അടുത്ത് പറ, മാസ്ക് ഇട്ടിരിക്കണ ചങ്ങായി തിരിക്കാൻ പറ. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്റായിലും തമ്മിൽ വലിയ കൂട്ടുകാരാ. പരസ്പരം കാണുമായിരുന്നു. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണോ? ആരെ? ഇദ്രീസ് നബി അല്ല, അസ്റായിൽ. കാണണോ? ചങ്ങായി ചിരിക്കാനല്ല, കാണാൻ പറ്റും. സത്യമായിട്ടും കാണാൻ പറ്റും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറയില്ല. പേടി. കാരണം പേടി. അസ്റായിൽ റൂഹ് പിടിക്കാൻ. നിങ്ങൾ ചുമ്മാ തെറ്റിദ്ധാരണയാന്നേ. എന്തിനാ അസ്റായിലിനെ പേടിക്കണേ? ഉസ്താദന്മാർ അസ്റായിലിന്റെ രൂപം പറയാറുണ്ട്. വലിയ ഭീകരമായ രൂപത്തിലാ വരണേന്ന്. അത് ആരുടെ മുന്നിലാ വരണേ? അള്ളാഹു പേടിയില്ലാത്തവന്റെ മുന്നിൽ. നമുക്കെന്താ പേടി? നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? അസ്റായിൽ അലൈഹിസ്സലാം ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വന്നപ്പോ അസ്റായിൽ അലൈഹിസ്സലാം ആ മനുഷ്യനോട് പറഞ്ഞു, അത്ര നീ വരുന്നത് ലൈവായിട്ട് ഞാൻ കാണും, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ കാഴ്ച അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അസ്റായിലിനെ കാണണമെങ്കിൽ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് റൂഹ് പിടിക്കാൻ മാത്രമേ ഈ മലക്ക് വരൂന്ന അല്ല. ആ മലക്കിനെ നാളെ രാവിലെ കാണാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാണാനുള്ള ഒരു എളുപ്പ വഴി എന്തെന്നറിയോ? നാളെ സുബഹിക്ക് ഇവിടത്തെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ മദിനിങ്ങനെ വിളിക്കും, അസ്സലാത്തു ഖൈറും മിനൻ നൗം. ആ ബാങ്ക് വിളിക്കണ സമയത്ത് എഴുന്നേറ്റ് ഒളുവെടുത്തിട്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുമ്പോ
ആ പള്ളിയുടെ വാതിലിനകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആ പള്ളിയുടെ വാതിലിന്റെ വലതുഭാഗത്ത് കാത്തു നിൽക്കുന്നുണ്ട് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. പള്ളിയിൽ നമസ്കരിക്കാൻ പോകുന്ന ഓരോ മനുഷ്യരെയും കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്യും ആര്? അസ്റായീൽ അലൈഹിസ്സലാം. പള്ളിയുടെ വാതിലി ഇവിടെ ബുക്കും പേപ്പറുമായിട്ട് അതിക്കണേ, ഫോൺ നമ്പർ എഴുത്, അഡ്രസ് എഴുത്, ഇല്ലേ? കൊറോണ വന്നപ്പോ പള്ളിയുടെ സെക്രട്ടറിയുടെ ജോലി എന്താ? പള്ളിയിലൊക്കെ സെക്രട്ടറിയും പ്രസിഡന്റും ആകാൻ വേണ്ടി മത്സരം, വോട്ട്, ഇലക്ഷൻ, എന്നിട്ട് കറങ്ങണ കസേര ഇരുന്ന് കറങ്ങിക്കൊണ്ടിരുന്നു. ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? ബുക്കും പേപ്പറും കൊണ്ട് നിൽക്കും. എന്താ പേര്? സിറാജുദ്ദീൻ. ഫോൺ നമ്പർ പറ. വെളിയിലെവിടെയും പോയിട്ടുണ്ടോ? എഴുതല. ഇതാ ജോലി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പള്ളിയുടെ കവാടത്തിൽ അസ്റായീൽ അലൈഹിസ്സലാം കാത്തു നിൽക്കും, നല്ല വസ്ത്രം ധരിച്ച് ചിരിക്കുന്ന മുഖത്തോടെ. പള്ളിയിൽ വരുന്നവനെ മുസാഫഹത്ത് ചെയ്തിട്ട് പറയും, ഈ നിസ്കാരം നിലനിർത്തിയ എന്നെ ഇങ്ങനെ തന്നെ കാണാം. ഈ നിസ്കാരം 5 നേരത്തെ നിസ്കാരം നീ നിലനിർത്തിയാൽ മരിക്കുന്ന സമയത്ത് ഇതേപോലെ എന്നെ കാണാം. ഇല്ലെങ്കിൽ, നിലനിർത്തിയില്ലെങ്കിൽ അപ്പൊ നീ ഭയപ്പെടണം. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. നിസ്കരിക്കാൻ പള്ളിക്കകത്ത് ജമാഅത്തായി നിസ്കരിക്കാൻ പോകുന്നവനെ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യും. ധൈര്യമായിട്ടിരുന്നോ, നീ പേടിക്കണ്ട. നമുക്ക് കാണാൻ പറ്റുമോ? നമുക്ക് കാണാൻ പറ്റുമോ? നമ്മൾ ഒളു പോലും ഇല്ലാതെ ഓടുക. പള്ളിക്കകത്ത് ഒളു തന്നെ എടുക്കാറുണ്ടോ? സമയമില്ല, ഓടുക. നമ്മൾ മുസാഫഹത്തൊന്നും ചെയ്യാൻ സമയമില്ല, ഓടിക്കറ. കാരണം അവസാനത്തെ സലാമില്ല നമ്മൾ പോണത്. ആകെ വെള്ളിയാഴ്ച പള്ളിയിൽ പോകും, അത് ഖുതുബ തീരാറാകുമ്പോഴാണ് നമ്മൾ പോണത്. അത് വേറെ കാര്യം. അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ അസ്റായീൽ അലൈഹിസ്സലാം പള്ളിയുടെ കവാടത്തിൽ കാത്തു നിൽക്കും, എന്നിട്ട് മുസാഫഹത്ത് ചെയ്യും. എന്നിട്ട് പറയും, പേടിക്കണ്ട, നീ ധൈര്യത്തിൽ തന്നെ നിന്നോ. അവനോട് ആ നിസ്കാരം നിലനിർത്തുന്ന മനുഷ്യന്റെ കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിക്കും മലക്കുകൾ. അസ്റായീലൊന്നും അല്ല റൂഹ് പിടിക്കണേ. അസ്റായീലിന് വേറെ കുറെ ശിഷ്യന്മാരുണ്ട്, അവരാ പിടിക്കുക. അവർ റൂഹ് പിടിച്ചിട്ട് ഇവിടെ കൊണ്ടങ്ങ് വെച്ചു കൊടുക്കും. ഈ തൊണ്ട കുഴിയിൽ കൊണ്ടുവന്ന് റൂഹ് കൊണ്ടുവച്ചിട്ട് ഈ മലക്കുകൾ മുഴുവനും കയ്യും കാലും ഇങ്ങനെ പിടിച്ചു വെക്കും. അവസാനം ആ റൂഹ് വലിച്ചെടുക്കൽ ജോലി അസ്റായീൽ അലൈഹിസ്സലാമിന്. ആ റൂഹ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴാ വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് പിടയുക. ആ സമയത്താണ് കിടന്ന് പിടയുന്നത്. ആ പിടയുന്ന സമയത്ത് അസ്റായീൽ അലൈഹിസ്സലാം തലയിൽ കൈവച്ചിട്ട് പറയും, നീ എന്തിനാ പേടിക്കണേ? ഞാൻ പറഞ്ഞത് അല്ലാഹു പറഞ്ഞതാ, അള്ളാന്റെ ഖുർആൻ പറഞ്ഞതാ. ആ മലക്ക് പറയാ, നീ എന്തിനാ ഭയപ്പെടണേ? ഞാൻ നിന്റെ കൂട്ടുകാരനല്ലേ, നീ എന്തിനാ ഭയക്കണേ? പള്ളിയുടെ കവാടത്തിൽ വെച്ച് എന്നും മുസാഫഹത്ത് ചെയ്ത നിന്റെ കൂട്ടുകാരനല്ലേ ഞാൻ, നീ എന്തിനാ ഭയക്കണേ? പറ ഷഹാദത്ത് കലിമ, പറമോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാടാ മരണം എന്നൊക്കെ പറഞ്ഞ അതാ. റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ തന്നെ നമുക്ക് പറഞ്ഞു തരും ഷഹാദത്ത് കലിമ. നീ എന്തിനാ പേടിക്കണേ? ഞാൻ നിന്റെ ദുനിയാവിലെയും നിന്റെ ആഖിറത്തിലെയും കൂട്ടുകാരനല്ലേടാ. ഞാനല്ലേ, എന്നെ അല്ലേ ഒരു ദിവസം 5 വട്ടം കണ്ട? ഒരു ദിവസം നിന്റെ പെണ്ണുമ്പിള്ള 5 വട്ടം കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. 5 നേരം പള്ളിയുടെ കവാടത്തിൽ വെച്ച് കെട്ടിപ്പിടിച്ച കൂട്ടുകാരനാ ഞാൻ. നീ എന്തിനാ ഭയക്കണേ? പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറഞ്ഞ സ്വർഗ്ഗ പറ എന്ന് അസ്റായീൽ പറഞ്ഞു തരും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് നാളെ മുതൽ പള്ളി കയറുമ്പോ ആലോചിച്ച് വെക്കണം, അവിടെ ആര് നിപ്പുണ്ടെന്ന്. ഇനി മുതൽ കയറുമ്പോ നോക്കിക്കൊള്ളണം. അസ്റായീൽ കണ്ണ് തുറന്ന് നോക്ക്, എന്നെങ്കിലും ഒരിക്കൽ കാണാം. നാളെ കാണാൻ പറ്റൂല. അത് കാണണമെങ്കിൽ കുറച്ചങ്ങോട്ട് അടുക്കണം. അടുത്ത് കഴിയുമ്പോ നമുക്ക് കാണാം. അതുകൊണ്ടാ നമ്മുടെയൊക്കെ നേതാക്കന്മാര്, അത്തിപ്പറ്റ ഉസ്താദിനെ മറക്കാൻ പറ്റുമോ? മരിക്കുന്നതിന്റെ അന്ന് രാവിലെ കടം തീർത്ത മഹാൻ പാറന്നൂർ ഉസ്താദിനെ മറക്കാൻ പറ്റുമോ? നമുക്ക് ഓരോ നമ്മുടെ മുൻഗാമികളായി നമ്മുടെ പണ്ഡിതന്മാർ ഇതൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? മരണം മുമ്പേ പറഞ്ഞിട്ട് പോയവർ, നേരത്തെ മനസ്സിലാക്കിയിട്ട് പോയവർ, സലാത്തും ദിക്റും പറഞ്ഞിട്ട് കബറ് കുടിച്ചിട്ടവരുണ്ടല്ലോ. കോഴിക്കോട്ടി ഉസ്താദിനെ പോലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ നേതാക്കന്മാർ. അൽഹംദുലില്ലാ, അള്ളാഹു അവരുടെയൊക്കെ ദറജകൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെയൊക്കെ മണ്ണർ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇദ്രീസ് നബി എങ്ങനെയാണ് സ്വർഗത്തിൽ പോയത്? ഹുബ്ബുൻ നബി പറയാൻ വന്നിട്ട് ഇനിയിപ്പോൾ അത് പറയേണ്ട അവസ്ഥയായി പോയി. കുഴപ്പമില്ല, പഠിക്കണമല്ലോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് ബോറടിക്കുന്നുണ്ടാ? ക്ഷമ കിടുന്നുണ്ടാ? കുഴപ്പമില്ല, ഇത്തിരി നേരം കൂടെ ഇൻഷാ അല്ലാഹ്. എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, 10 മണിയായി, നിർത്താം. ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്റായീൽ അലൈഹിസ്സലാമും തമ്മിലുള്ള ബന്ധത്തിലായപ്പോ, അങ്ങനെയാണല്ലോ, കൂട്ടുകാരായി കഴിയുമ്പോ അവിടെ നിന്ന് ചോദിച്ചു, മരണത്തിന് വല്ലാത്ത വേദനയാണല്ലോ, എനിക്ക് ഈ മരണത്തിന്റെ വേദന ഒന്നറിയണം.
മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്കൊന്ന് അറിയണം, കാണിച്ചു തരുമോ? അതിന് മരിക്കണം, അത് അല്ലാഹ്ക്കല്ലറിയാം. ഇദ്രീസ് നബിയോട് ആദ്യം ഇദ്രീസ് നബി അവിടെ നിന്ന് ചോദിച്ചത്, എനിക്ക് ആ മരണത്തിന്റെ വേദന അറിയണം, എനിക്കൊന്ന് മരിച്ച് നീ എന്റെ റൂഹൊന്ന് പിടിക്ക്, എന്നിട്ട് തിരിച്ചു തന്നാ മതി. അള്ളാഹുവിനോട് ചോദിച്ചു. അള്ളാഹുവിന്റെ കയ്യിലാണല്ലോ തീരുമാനം. അള്ളാഹു പറഞ്ഞു ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ. അവിടെ നിന്ന് റൂഹ് പിടിച്ചു, തിരിച്ചു കൊടുത്തു. അസ്രായിൽ അലൈഹിസ്സലാം ചോദിച്ചു, എങ്ങനെയുണ്ട്? സുബ്ഹാനല്ലാഹ്, വല്ലാത്ത കടുപ്പം, വല്ലാത്ത കടുപ്പം, മരണവേദന വല്ലാത്ത കടുപ്പം, താങ്ങാൻ പറ്റൂല. അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തു. കുറച്ചുനാള് കഴിഞ്ഞപ്പോ ഈ ചങ്ങാതി പറയാ, എനിക്കൊരാഗ്രഹം കൂടെയുണ്ട്. അള്ളാന്റെ നരകം ഭയാനകമാ, അള്ളാഹുവിന്റെ നരകം ഭയാനകമാണ്. ആ നരകം എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഒന്നിങ്ങനെ കൊണ്ട് കാണിച്ചാൽ മതി, ഊട്ടി പോണ പോലെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു തന്നാ മതി. അപ്പോഴും അള്ളാഹിനോട് ചോദിച്ചു, പഠിച്ചോ ഈ ചങ്ങാതി ഇങ്ങനെ പറയണം, എന്താപ്പാ? അള്ളാഹ് പറഞ്ഞു, ആഗ്രഹമല്ലേ ഒന്ന് കാണിച്ചു കൊടുക്കാൻ. ഒന്ന് മുകളിലൂടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഇദ്രീസ് നബി പറഞ്ഞു, ഇതെങ്ങാണം ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഒരാൾ പോലും അള്ളാഹുവേ ഈ ഭൂമിയിൽ അഹങ്കരിക്കില്ല. വല്ലാത്ത കഠിനമാണ് നരകത്തിന്റെ ശിക്ഷ. ആഗ്രഹം സാധിച്ചു. മൂന്നാമതൊരാഗ്രഹം കൂടെ പറഞ്ഞു, എനിക്കിനി ഒന്നുകൂടെ ഉണ്ട്, ഇനി എനിക്കൊരാഗ്രഹം കൂടെ ഉണ്ട്, ഇത് സാധിച്ച് തന്നേ പറ്റൂ, ഇല്ലാന്ന് പറയരുത്. അതെന്താ? അള്ളാഹുടെ സ്വർഗം എനിക്കൊന്ന് കാണണം, എനിക്ക് റബ്ബിന്റെ സ്വർഗം കാണണം. അങ്ങനെ ആഗ്രഹം പറഞ്ഞു. അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹു അനുവാദം കൊടുത്തു. അങ്ങനെ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി. അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇതാണ് അള്ളാഹുടെ സ്വർഗം, കേറി കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി വരണം, എനിക്ക് അങ്ങോട്ട് കയറാൻ അനുവാദം ഇല്ല. അങ്ങനെ സ്വർഗത്തിന്റെ പുറത്തു നിന്നു. ഇദ്രീസ് നബി സ്വർഗത്തിന്റെ അകത്തേക്ക് കടന്നു. ഈ ചങ്ങാതി ഇങ്ങനെ നടന്ന് കാണാം അള്ളാന്റെ സ്വർഗേ, ഇങ്ങനെ നടന്ന് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളും പഴങ്ങളും തോട്ടങ്ങളും അരുവികളും, എന്ത് മനോഹരമാ സ്വർഗം. അത് നമ്മൾ കണ്ടിട്ടുണ്ടാ? നമുക്ക് ആകെ അറിയണത് വേറെ പല സ്വർഗങ്ങളാ. അള്ളാഹു കാക്കുമാറാകട്ടെ. സ്വർഗത്തിലൂടെ ഇദ്രീസ് നബി ഇങ്ങനെ നടക്കാം. ഏതൊരു കണ്ണും അല്ല പോലും പറഞ്ഞത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. ചിന്തിക്കേണ്ട സ്വർഗത്തെ കുറിച്ച്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, അതിലുണ്ട് മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്. തലമുസ്താന്റെ ബൈത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, പടച്ചോനെ മനോഹരമാണ് സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ പറയുകയാ. ഇദ്രീസ് നബി ഇങ്ങനെ സ്വർഗത്തിൽ കൂടെ നടന്ന് ഇങ്ങനെ നടക്കുക. അസ്രായിൽ അലൈഹിസ്സലാം പുറത്തിങ്ങനെ കാത്തു നിൽക്കുക. ഇദ്രീസ് നബി ഇറങ്ങി വരണില്ല. സ്വർഗത്തിൽ കയറി ഇദ്രീസ് നബി പുറത്തേക്ക് ഇറങ്ങി വരണില്ല. ഇസ്രായേൽ അലൈഹിസ്സലാം ഇങ്ങനെ കാത്തു നിൽക്കണ്, ചങ്ങായി ഇങ്ങോട്ട് ഇറങ്ങി വാ, ഞാൻ വരൂല. നിങ്ങൾ ചിരിക്കണ എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. ഭാര്യയുമായിട്ട് ഷോപ്പിങ്ങിന് പോകുന്ന രംഗമാണ്. അടച്ചവനെ, ചില കടകളിൽ കയറിയ പാവപ്പെട്ടവൻ ബാഗും തൂക്കി ഇങ്ങനെ ഇരിക്കും. ആമിനെ ഇറങ്ങി വരുവോ? അവക്ക് ആ കട മുഴുവൻ വാങ്ങിച്ചാലും മതി, വരൂല്ല. പെണ്ണുങ്ങൾ എന്നെ പ്രാവരുത്. അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരെ അള്ളാഹു സ്വർഗത്തിലും ഭാര്യമാരാക്കി തരുമാറാകട്ടെ. ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഇവിടത്തെ ലൈവാണ്, ഉസ്താദന്മാരൊക്കെ പൊക്കിക്കോ. പലരും പൊക്കാത്ത എന്തെന്നറിയോ? എൻ്റെ പൊന്നാര ഉസ്താദ, ഇവളെ ഇവിടെ തന്നെ സഹിക്കാൻ പറ്റണില്ല, ഇനി സ്വർഗത്തിൽ കൊണ്ടുവന്ന. ചിരിക്കണ്ട. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അവിടെ ചെല്ലുമ്പോൾ ആമിനയുടെ സ്വഭാവമൊക്കെ മാറും. ഇതൊന്നും ആയിരിക്കത്തില്ല, അവിടെ വെറൈറ്റിയാ. അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ ചെല്ലാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇദ്രീസ് നബി സ്വർഗത്തിന്റെ അകത്ത് കയറി ഇറങ്ങി വരണില്ല. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. അള്ളാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല, അതാ മസ്ലഹത്ത്. രണ്ടുപേര് തമ്മിൽ വിഷയം ഉണ്ടാകുമ്പോൾ മധ്യസ്ഥനായി പോകാം. അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞോട്ട്, മലക്ക് വന്നിട്ട് അസ്രായിൽ അലൈഹിസ്സലാമിനോട് എന്താപ്പാ വിഷയം, എന്താപ്പാ ഈ ചങ്ങായി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിനകത്ത് കയറി ഇപ്പൊ ഇറങ്ങി വരണില്ല, ഇപ്പൊ എന്താ കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെ കരുതിയാൽ മതി. അവസാനം അസ്രായിൽ അലൈഹിസ്സലാം അകത്ത് പോയിട്ട് അവിടെ നിന്ന് പരാതിയെല്ലാം കിട്ടി. മലക്ക് ഇദ്രീസ് നബിയുടെ അടുക്ക പോയിട്ട് വെച്ചു, നിങ്ങൾ എന്താപ്പാ ഇറങ്ങാത്തത്, എന്ത് പണിയാപ്പാ കാണിക്ക്, ഇറങ്ങി പോണില്ലേ? ഇല്ല, ഞാൻ പോവില്ല. അതിന് കാരണം 3 പറഞ്ഞ് ഖുർആൻ ആയത്ത് പറയുന്നുണ്ട് വിശദീകരിച്ച്.
3 കാര്യങ്ങളാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി. 1, അവിടെ നിന്ന് പറഞ്ഞു, ഒരാൾ ജീവിതത്തിൽ ഒരിക്കലേ മരിക്കാറുള്ളൂ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞില്ലേ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. അള്ളാഹു പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഈ ലോകത്ത് കടന്നു വന്ന എല്ലാവരും മരണത്തിന്റെ രുചി അനുഭവിക്കും. ഒരാൾ ഒരു വട്ടമല്ലേ മരിക്കത്തുള്ളൂ. ആ മരണത്തിന്റെ വേദന എന്താണെന്ന് ഞാൻ അറിഞ്ഞു, ഇനി പറ്റൂല. 2, അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും അവരുടെ കണ്ണുകൾ കൊണ്ട് നരകം കാണും. ഞാനും കാണും, നിങ്ങളും കാണും. അള്ളാഹുവിന്റെ നരകം ഓരോ മനുഷ്യനും അവന്റെ കണ്ണുകൊണ്ട് കാണുമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. 3, സ്വർഗത്തിൽ കയറിയ ഒരാൾ അള്ളാഹ് ഇറക്കി വിടൂല. സ്വർഗത്തിൽ കയറിയ ഒരാളെ ഇനി അള്ളാഹ് ഇറക്കി, ഞാനിവിടെ ഒന്നും പോകില്ല, ഇനി അള്ളാഹ് ഇറക്കി വിടണം എന്നെ ഇതിനകത്തുനിന്ന്. അവസാനം അള്ളാഹു ആ മലക്കിനോട് പറഞ്ഞു, ആ ചങ്ങാതി അവിടെ തന്നെ വിട്ടേക്കാൻ. അങ്ങനെ അവിടെ കയറി പറ്റിയത്. അള്ളാഹ് ഈ മാറാകട്ടെ. നമുക്കതിനുള്ള യോഗമില്ല, നമുക്ക് അങ്ങനെയും കയറാൻ പറ്റൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആകാശ ലോകത്ത് ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഇനി ആ ഈസാ നബി ഈ ഭൂമുഖത്തേക്ക് തിരിച്ചു വരുമല്ലോ. ലോകം അവസാനത്തിന്റെ സമയമെത്തുമ്പോ അല്ലാഹുവേ, നബി അലൈഹിസ്സലാം അതാ ആകാശ ലോകത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് കടന്നു വരുമല്ലോ. 40 വർഷത്തോളം ഇവിടെ ജീവിക്കുമല്ലോ. എങ്ങനാ ജീവിക്കുന്നത് മനുഷ്യ? ആരെയാണ് പിൻപറ്റുന്നത്? ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഒരു ഗ്രന്ഥം കൊടുത്തിട്ടുണ്ട്. ഇഞ്ചീൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം കൊടുത്ത പ്രവാചകനാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. എങ്കിലാ ഈസാ നബി ഈ ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോ അവിടെ ആരെ പോലെയാ ജീവിക്കുന്നത്? അവിടെ എങ്ങനെ ആരെയാണ് പിൻപറ്റുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈസാ നബി അലൈഹിസ്സലാം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശരീഅത്ത് അനുസരിച്ചാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് ചരിത്രം അവിടെ നിന്ന് പറയുമ്പോൾ, ഈസാ നബി പോലും അല്ലാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റിയാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഖിയാമത്ത് നാളാകുമ്പോ ഇദ്രീസിന് അതാ ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ഈസാ നബി അലൈഹിസ്സലാം അവിടെ ഇറങ്ങി വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹദി ഇമാമിന്റെ പുറകിൽ നിന്നാണ് നിസ്കരിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരുടെ പുറകിൽ നിന്ന്? ഒരു പ്രവാചകനാ. എങ്കിലും ആ പ്രവാചകൻ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോ മഹദി ഇമാമിന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കും മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തെ ശരീഅത്തനുസരിച്ചാ ജീവിക്കുന്നത്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ ആരാണെന്ന് മനസ്സിലാക്ക്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു അമുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ആ മനുഷ്യൻ അല്ലാഹുവിനെ കണ്ടെത്തണമെങ്കിൽ, അല്ലാഹനെ കണ്ടെത്തണമെങ്കിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ മാത്രമേ അല്ലാഹനെ കണ്ടെത്താൻ കഴിയൂ. ഇനി മറിച്ച് ഒരു മുസ്ലിമായ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കണമെങ്കിൽ, താടിയും തഴമ്പുമുള്ള നമ്മള്, നിസ്കരിക്കുന്ന നമ്മള്, ആ നമ്മൾക്ക് അല്ലാഹുവിന്റെ തൃപ്തി വേണോ? അല്ലാഹുവിന്റെ സ്നേഹം വേണോ? അല്ലാഹുവിന്റെ സ്നേഹം കിട്ടണമെങ്കിൽ, അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ നമുക്കെന്ത് വഴിയേ ഉള്ളത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ പിൻപറ്റുന്നതിലൂടെ മാത്രമേ പറ്റൂ. അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് അല്ലാഹുവിന്റെ സ്നേഹം നേടാൻ കഴിയൂ, അല്ലാഹുവിന്റെ തൃപ്തി നേടാൻ കഴിയൂ. ഇത് പറയുന്നത് അല്ലാഹുവാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ സ്നേഹം വേണോ? പടച്ച റബ്ബിന്റെ തൃപ്തി നിനക്ക് വേണോ? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്.
പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുന്നു. ഒരാൾക്ക് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും സ്നേഹവും കരസ്ഥമാക്കണമെങ്കിൽ അതിന് മുത്തി നബിയെ പിൻപറ്റിയാലേ പറ്റൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ഇവിടെയാണ് മഹബ്ബത്തുള്ളാഹിയെ കുറിച്ച് പഠിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ പ്രവാചകൻ നമ്മുടെ ജീവിതത്തിലെ സർവ്വതുമാകണം. ആ പ്രവാചകന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റാൻ നമ്മൾ തയ്യാറാകണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകനോട് നമുക്ക് വല്ലാത്ത ഒരു കടപ്പാടുണ്ട്, ഒരു ബാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് ഒരിക്കലും തീർക്കാൻ പറ്റാത്ത കടപ്പാടുകൾ എനിക്കും നിങ്ങൾക്കുമുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ സ്നേഹവും കടപ്പാടും ആ പ്രവാചകനോട് വേണമെന്ന് പറഞ്ഞത്. ആ പ്രവാചകനോടാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരാണ്? ആരോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നോക്കൂ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആ പ്രവാചകനോടാണ് നമുക്ക് വലിയ സ്നേഹം വേണ്ടത്. അതാ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഈ ലോകത്ത് അല്ലാഹു കഴിഞ്ഞാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്നേഹം ആരോടായിരിക്കണം? അവന്റെ മാതാപിതാക്കളോടല്ല, അവന്റെ മക്കളോടല്ല, അവന്റെ സമ്പത്തിനോടല്ല, അവന്റെ കുടുംബക്കാരോടല്ല, അവന്റെ ജീവനോടല്ല. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കേണ്ടത് ആരോടാ? അല്ലാഹു പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅസീറതുകും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഏ മനുഷ്യ, നിനക്ക് ഏറ്റവും കൂടുതൽ അല്ലാഹു കഴിഞ്ഞാൽ നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് 9.5 മാസക്കാലം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിന്റെ മാതാപിതാക്കളോടല്ല, നിനക്ക് ജന്മം നൽകിയ, നിനക്ക് വേണ്ടി രക്തം വിയർപ്പാക്കി അധ്വാനിച്ച് ജീവിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ബാപ്പയോടല്ല. പിന്നെയോ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട മാതാവിനോടല്ല. നിന്റെ ദുഃഖത്തിലും നിന്റെ സന്തോഷത്തിലും നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോടല്ലടാ ചെറുപ്പക്കാരാ. നിന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളോടല്ല, നീ കഷ്ടപ്പെട്ട് സമ്പാദിച്ച നിന്റെ സമ്പാദ്യത്തിനോടല്ല. അല്ലാഹു പറയുകയാണ്, ഈ ലോകത്ത് നീ അല്ലാഹു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അല്ലാതെ ഉമ്മാനെയല്ല, വാപ്പാനെയല്ല, ഭാര്യയെയല്ല, മക്കളെയല്ല, മോനെ പണത്തിനെയല്ലടാ. അല്ലാഹു കഴിഞ്ഞാൽ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അങ്ങനെയുള്ള സ്നേഹം വന്നാൽ മാത്രമേ നീ ഒരു യഥാർത്ഥ വിശ്വാസിയാകൂ, യഥാർത്ഥ ഒരു മുഅ്മിനാകൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ രാത്രിയിൽ ഇവരെ ഒരുമിച്ച് കൂടിയ പ്രവാചക സ്നേഹികളോട് ഞാൻ ചോദിക്കുകയാ, നമ്മളിൽ ആർക്കാ അല്ലാഹുവിന്റെ പ്രവാചകനോട് അങ്ങനെ ഒരു സ്നേഹമുള്ളത്? ആർക്കാ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅസീറതുകും. അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ വ്യക്തമാക്കി പറഞ്ഞു തരുന്നു, മോനെ, നീ അല്ലാഹു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നിന്റെ വാപ്പയല്ല, നിന്റെ ഉമ്മാനെയല്ല, നിന്റെ ഭാര്യയല്ല,
നിന്റെ മക്കളെയല്ല, നിന്റെ കൂടപ്പിറപ്പുകളെയല്ല, നിന്റെ കുടുംബക്കാരെയല്ല, നീ ഉണ്ടാക്കിയ സമ്പത്തിനെയല്ല, നീ നിന്റെ ജീവന്റെ ജീവനക്കാൽ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുമ്പോഴാ നീ ഒരു യഥാർത്ഥ വിശ്വാസിയാകുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളാരാ മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ പോലും സലാത്ത് പറയാത്ത വിരുദ്ധന്മാരാ. ആ നബിയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുമ്പോൾ പോലും നമുക്ക് സലാത്ത് വരാറുണ്ടോ? മടി. അപ്പൊ പോലും നമുക്ക് മടിയാ. നിസ്കാരത്തിന് ശേഷം സലാത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞ് തമ്മിലടിക്കാൻ നമ്മൾ. നബിദിനം ഉണ്ടോ? അതാ വലിയ വിഷയം. നബിദിനം ഉണ്ടോ? റബീഉൽ അവ്വൽ 12 ബർത്ത്ഡേ ആഘോഷിക്കുക, എന്തിന്റെ ആവശ്യമുണ്ടോ? ബിരിയാണി തിന്നാൻ വേണ്ടി ഒരു ദിവസം. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ആമീൻ പറയാൻ മടിയുണ്ടോ? അവളാരിയല്ലേ വെക്കണത്? എന്റെ പ്രിയപ്പെട്ടവര്, ഈ തവള വെള്ളത്തിൽ നിന്ന് തലപൊക്കണ പോലെ നബിദിനം വരുമ്പോ ചിലതൊക്കെ പൊക്കും. ഇവിടെ ഈ അടുത്തെങ്ങാണ്ട് കർണാടകക്കാരൊക്കെ ഒരുപാടുണ്ട്. നബിദിനവുമായി ബന്ധപ്പെട്ട നബിദിനത്തിനെതിരായി പോത്തുകുത്തി എന്ന് പറഞ്ഞ അവിടെ ആയിരുന്നു. ഇപ്പൊ 10 വാർത്ത കാണുന്നുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഉള്ളതാണോ കള്ളമാണോ എന്നറിയില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം ആ പ്രവാചകനോടുള്ള സ്നേഹം, ആ നബിയോടുള്ള സ്നേഹം നമുക്ക് വേണം. ആ പ്രവാചകനോടുള്ള ഒരു വല്ലാത്ത മഹബത്ത് നമ്മളിലേക്ക് കടന്നു വരണം. മഹാന്മാരായ സ്വഹാബത്ത് എങ്ങനായിരുന്നു? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ഹൃദയത്തിൽ കൊണ്ടു നടന്നവരാട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാടാ? ഫുട്ബോൾ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും സിനിമാ താരങ്ങളും ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന യുവത്വമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ ആരാണെന്ന് ഇനിയെങ്കിലും പഠിക്കാൻ തയ്യാറാകൂ. അല്ലാഹു തന്നിരിക്കോ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ. റസൂലുള്ള ചോദിക്കുന്ന സൗബാലേ, നിനക്ക് കാരണമെന്തെന്നറിയുമോ? സുന്ദരനായ, കാണാനടകുള്ള, ആരോഗ്യവാനായിരുന്ന സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, മെലിഞ്ഞ് എല്ലും തോലുമായിരിക്കുകയാണ്. അവിടുത്തെ ശരീരം മുഴുവനും വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ്. മുഖമൊക്കെ കറുത്തിരിക്കുകയാണ്. ശരീരത്തിന്റെ നിറം മാറിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നി. ലോകത്തിന്റെ നേതാവ് ചോദിക്കുന്നു, സൗബാ, എന്തേ നിനക്ക് സംഭവിച്ചത്? വല്ല രോഗവുമുണ്ടോ? എന്തേ നിനക്ക് ഇത്ര ടെൻഷൻ ഉണ്ട്? അല്ലാഹുവിന്റെ റസൂൽ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് രോഗമൊന്നുമില്ല നബിയേ, എനിക്കൊരു രോഗവുമില്ല നബിയേ, പക്ഷേ മനസമാധാനമില്ല. എനിക്കൊരേ ഒരു ടെൻഷനേ ഉള്ളൂ, എനിക്കൊരേ ഒരു വേദനയേ ഉള്ളൂ. എന്താണ് വേദനയെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മജ്‌ലിസിലിരിക്കുമ്പോ മുത്തുനബിയുടെ മുഖം കാണുമ്പോ അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് വല്ലാത്ത സന്തോഷമാണ്. പക്ഷേ വീട്ടിലേക്ക് മടങ്ങിപ്പോയാൽ ഒരു നിമിഷം അങ്ങയുടെ മുഖം കാണാതെ വരുമ്പോ എനിക്ക് ടെൻഷനാണ് നബിയേ, എനിക്ക് വല്ലാത്ത വിഷമമാണ്, കരച്ചിലാണ് നബിയേ. ഒരല്പനേരം അങ്ങയുടെ സറപ്പാക്കപ്പെട്ട മുഖം കാണാതെ വരുമ്പോ എനിക്ക് വല്ലാത്ത വേദനയാണ്. ഉറങ്ങാൻ കഴിയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. സൗബാൻ തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ രാത്രി എങ്ങാനും ഞാൻ മരിച്ചു പോയാ നാളെ പരലോകത്ത് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്നെ തിരിച്ചറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ എന്നെ തിരിച്ചറിയുമോ? പ്രവാചകനെ എനിക്ക് കാണാൻ പറ്റുമോ? ഇനി ഞാനെങ്ങാണ് സ്വർഗത്തിലായ അല്ലാഹു എനിക്ക് സ്വർഗം തന്നാൽ ഞാൻ സ്വർഗത്തിന്റെ അടിത്തട്ടിലും അല്ലാഹുവിന്റെ പ്രവാചകന് സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന പദവിയിലാണല്ലോ. എനിക്ക് മുത്തുനബിയെ കാണാൻ പറ്റില്ലല്ലോ, മുത്തുനബിയെ കാണാൻ പറ്റില്ലല്ലോ. എന്റെ റസൂലുള്ളാഹിന്റെ കൂടെ എനിക്ക് നടക്കാൻ പറ്റില്ലല്ലോ. ആ പ്രവാചകന്റെ പൂമുഖമൊന്ന് കാണാൻ കഴിയില്ലല്ലോ. അതോർത്തിട്ട് കരയുകയാണ് നബിയേ. അതോർത്തിട്ട് കരഞ്ഞിട്ട് എന്റെ ശരീരം കറുത്തുപോയതാണ്. ഞാൻ ഇങ്ങനെയാകാറുള്ള കാരണം അങ്ങയുടെ
നാളെ സ്വർഗത്തിൽ വെച്ച് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ ആയി പോയതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് സൗബാൻ എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഈ ചെറുപ്പക്കാരൻ മുത്തുനബിയോട് പറയുമ്പോ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, പറയാൻ പറ്റുമോടാ പൊന്നുമോരെ, നാളെ അല്ലാഹുവിന്റെ റസൂലിനെ നിനക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഈ ചെറുപ്പക്കാരനാണേടാ കണ്ടുപിടിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ റസൂൽ ആരാണെന്ന് പഠിക്കു പൊന്നുമോള്. ആ മുത്തുനബി ആരാണെന്ന് പഠിക്ക്. നീ പറയുന്ന, നീ സ്നേഹിക്കുന്ന നിന്റെ നേതാവായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് പഠിക്കൂ. ആ പ്രവാചകന്റെ മഹത്വം എന്താ? ആ പ്രവാചകന്റെ ശ്രേഷ്ഠത എന്താ? നീ കാണുന്ന സീരിയൽ നടിമാരെ പോലെയല്ല, ഏതെങ്കിലും നോവലിനകത്ത് വരുന്ന പെണ്ണിനെ പോലെയല്ല. നീ റോൾ മോഡലാക്കി പഠിക്കേണ്ട ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അവിടുന്ന് പറയുന്ന, സൗബാനെ നീ കരയണ്ട, നീ എന്തിനാ പേടിക്കുന്നത്? അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്താ? ഉമയ്യുതഇല്ലാഹ വറസൂല ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, സൗബാൻ എന്ന് പറയുന്ന സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നല്ല ആരോഗ്യവാനായ കാണാൻ സുന്ദരനായിരുന്ന നിന്റെ തൊലിയൊക്കെ ചുളുങ്ങിപ്പോയല്ലോ, നിന്റെ നിറമൊക്കെ കറുത്തുപോയല്ലോ, നീ എല്ലും തോലുമായി പോയല്ലോ, എന്താ ഇതിന്റെ കാരണം? എന്താ നിനക്ക് സംഭവിച്ചേ? വല്ല മാരക രോഗമുണ്ടോ? എനിക്കൊരു രോഗമില്ല നബിയെ, എനിക്ക് യാതൊരു രോഗമില്ല. പിന്നെന്ത് പറ്റി? എനിക്ക് ഒരേ ഒരു ടെൻഷനേ ഉള്ളൂ. അങ്ങയുടെ മുന്നിൽ വന്നിരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം. വീട്ടിൽ പോയ ടെൻഷനാ. അങ്ങേ ഒരല്പം കാണാതെ വരുമ്പോ എനിക്ക് വല്ലാത്ത ബേജാറാ, എനിക്ക് വല്ലാത്ത ടെൻഷനാ നബിയെ. അവിടെ നിന്ന് പറയുന്നു, നാളെ എങ്ങാണ് ഈ രാത്രി ഞാൻ മരിച്ചുപോയാൽ നാളെ പരലോകത്ത് വരുമ്പോ മുത്തുനബി എന്നെ കണ്ടാ തിരിച്ചറിയോ? എനിക്ക് നാളെ പരലോകത്ത് വെച്ച് കാണാൻ പറ്റുമോ? ഇനി സ്വർഗത്തിലാണെങ്കിൽ തന്നെ ഞാൻ സ്വർഗത്തിന്റെ ഏറ്റവും അടിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന പദവിയിലും എനിക്ക് എങ്ങനെ കാണാൻ പറ്റും? സുബ്ഹാനല്ലാഹ്, എനിക്ക് എങ്ങനെ മുത്തുനബിയെ കാണാൻ പറ്റും? ആ ടെൻഷൻ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതിനാ സ്നേഹം എന്ന് പറയാ, അതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. അതാണ് സ്നേഹം എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാതെ നമ്മളൊക്കെ വെറും കപട വിശ്വാസികളാ. അള്ളാഹു നമുക്ക് പുറത്തുവരുമാറാകട്ടെ. നമ്മളൊക്കെ പറയും, നമുക്ക് നബിയെ നമ്മൾ മൈക്കിന്റെ മുന്നിൽ കയറി എന്നിട്ട് പറയും കരളിന്റെ കഷ്ടമാണ്. സത്യത്തിൽ ഈ കരളിന്റെ കഷ്ടം എന്താണെന്ന് ഇതുവരെ നമുക്ക് തിരിഞ്ഞിട്ടില്ല. നമ്മളൊക്കെ പറയാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കരളിന്റെ കഷ്ടം എന്നാ പറയാ. നമ്മൾ എത്ര പേർക്കറിയാം സഹോദരങ്ങളെ? നമ്മളൊക്കെ ചുമ്മാതെ പറയുന്നവരെ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ പ്രവാചകനോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. ആ നബിയോടുള്ള ഒരു സ്നേഹം, അതാ പറഞ്ഞത്, നിന്റെ മാതാപിതാക്കൾക്ക് സർവ്വതിനേക്കാൾ ചരിത്രം അറിയുമല്ലോ. മഹാനായ പ്രവാചകൻ ഈ ആയത്തിറങ്ങാനുള്ള കാരണം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. തന്റെ പ്രിയപ്പെട്ട പിതാവ് ഊരിപ്പിടിച്ച വാളുമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്ന് നിന്നിട്ട് വിളിക്കടാ, എന്നിട്ട് ഇറങ്ങി വാടാ. മകനെ വിളിക്ക, ചെറുപ്പക്കാരനായ മകനോട് പറയാ, എന്നിട്ട് ഇറങ്ങി വാ. മുഹമ്മദിന്റെ കൂടെ ഉള്ള ആരെങ്കിലും ചത്തുപോയാ നേരെ സ്വർഗത്തിൽ പോകുന്നല്ലേ പറയണേ. എന്റെ ഈ വാള് കൊണ്ട് നിന്നെ സ്വർഗത്തിൽ വിടാ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ആരാ? വാപ്പ മകനെ വന്ന് വിളിക്ക. എത്ര ചീത്ത വിളിച്ചിട്ടും മകൻ ഇറങ്ങി വരുന്നില്ല. അപ്പൊ വാപ്പാക്ക് മനസ്സിലായി, ഏതൊരു യുവാവിനും കോപമുണ്ടാകുന്ന ഒരു വിഷയമാ ഉമ്മാനെ ചീത്ത വിളിക്കൽ.
തന്റെ ഉമ്മയെ കുറിച്ച് മോശമായി പറഞ്ഞാൽ ഏതു മകനും ദേഷ്യം വരും. അപ്പൊ സ്വന്തം വാപ്പ മുസ്ലിമായ മകനോട് പറയുന്നു, നീ പിഴച്ചുണ്ടായവനാടാ, നീ എന്റെ മോനല്ല. നീ നിന്റെ ഉമ്മ ഇവിടുന്ന് പറയും, സ്വന്തം ഉമ്മാനെ പറയും, നിന്റെ ഉമ്മ വഴിപിഴച്ചവളാ, നീ പിഴച്ചുണ്ടായവനാ, എന്റെ മോനല്ലടാ എന്ന് സ്വന്തം ഉമ്മയെ കുറിച്ച് മോശമായിട്ട് പറയുമ്പോഴും ആ ചെറുപ്പക്കാരൻ അനങ്ങിയില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ് അനങ്ങരുത്. പക്ഷേ അവസാനം ആ ചെറുപ്പക്കാരന് മനസ്സിലായി, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങോട്ട് പറയാൻ തുടങ്ങി. മുത്തി നബിയെ മോശമായ കാര്യം പറയാൻ തുടങ്ങിയപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഇറങ്ങിപ്പോയി വാപ്പാടെ തല വെട്ടിയിട്ട് മുത്തി നബിയുടെ മുന്നിൽ കൊണ്ടുവച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ റസൂലുള്ളാഹി തങ്ങളെ ചീത്ത വിളിച്ച വാപ്പാടെ തല വെട്ടികെട്ട് മുത്തി നബിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടു. അവിടെ നിന്ന് സലാം പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ തല തിരിച്ചു കളഞ്ഞു. അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് തലതിരിച്ചു, സലാം മടക്കിയില്ല. അപ്പോഴാ ഖുർആനിന്റെ ആയത്തിറങ്ങിയത്. അപ്പോഴാ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു കൊടുത്തത്, നബിയെ ഖുൽ ഇൻ കാന ആബാഉക്കും വ അബിനാഉക്കും വ ഇഖ്വാനുക്കും വ അസീറത്തുക്കും. അവിടെ നോതി കൊടുത്തു, വാപ്പയേക്കാൾ ഉമ്മയേക്കാൾ ഭാര്യയേക്കാൾ സർവ്വതിനേക്കാൾ എപ്പോഴാണോ മുത്തുനബിയെ ഒരു മനുഷ്യന് സ്നേഹിക്കുന്നത് അപ്പോഴാ വിശ്വാസിയാകുന്നത്. സലാം മടക്ക് നബിയെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായിരുന്നു സ്വഹാബത്തിന്റെ ജീവിതം. നമുക്കോ എടാ എല്ലാവരും നബിയോട് സ്നേഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. എന്താ ചിലരൊക്കെ കൈവക്കാരും മടി തന്നെ. നബിയോട് സ്നേഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ നല്ലപോലെ. അൽഹംദുലില്ലാ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നബിയോട് സ്നേഹമുള്ളവർ കൈവക്കാൻ പറയുമ്പോൾ നമ്മൾ കൈവക്കി. യഥാർത്ഥത്തിൽ നബിയോട് സ്നേഹമുണ്ടെങ്കിൽ അവനുണ്ടാകേണ്ട ചില ഗുണമുണ്ട്. സ്നേഹമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ആ പ്രവാചകൻ ഇത്തിബാഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനെ പിൻപറ്റണം. ആ പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരണം. ഒരെണ്ണം പറ, ഏതാ ഉള്ളേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏത് സുന്നത്താ മനുഷ്യ ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്യണത്? ഇപ്പൊ ഈ സ്റ്റേജിൽ ഇത്രയും പേരിരിക്കുന്നുണ്ട്. താടി വളർത്തുന്നത് സുന്നത്താണോ? നിങ്ങൾ പറ, ആണോ? മടുത്തു തുടങ്ങിയ താടി വളർത്തുന്നത് സുന്നത്താണോ? അല്ലേ? ഉറക്കെ പറ. സുന്നത്താണ്. എത്ര പേർക്കാ ഉള്ളത്? ഞാൻ നോക്കുമ്പോ ചെറുപ്പക്കാരുടെ മുഖത്ത് താടിയുണ്ട്. അതിനി ഇപ്പം താടി ഒരു മോഡലാ, അതുകൊണ്ട് വെച്ചാണെന്ന് എനിക്കറിയില്ല. ചെറുപ്പക്കാരുടെ മുഖത്ത് താടിയുണ്ട്. 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കുക. പെണ്ണ് കെട്ടിക്കാനൊന്നും അല്ല, ധൈര്യമായിട്ട് പൊക്കിക്കോ. 40-നും നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കണത് 50-ഉം 60-ഉം തികഞ്ഞവരൊക്കെ 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരൊക്കെ കൈപൊക്കിക്കുക. നിങ്ങൾ പൊക്കിയേ പറ്റത്തുള്ളൂ, പൊക്കിയേ പറ്റും എല്ലാവരും. അൽഹംദുലില്ലാ, ഒരുപാട് എണ്ണം ഉണ്ട്. അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. 40 വയസ്സ് കഴിഞ്ഞ അടി കൂടുതലാ, 2 എണ്ണമാണ്. 39 വയസ്സുകാരൻ ഒരു തെറ്റ് ചെയ്താൽ ഒരു ശിക്ഷ, 40 കഴിഞ്ഞാൽ ഇരട്ടിയാണ് ശിക്ഷ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. സുലൈമാൻ നബി അലൈഹിസ്സലാം ഓതിയ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, 40 വയസ്സ് കഴിഞ്ഞവൻ ആ ആയത്ത് ഓതിയിട്ട് കാത്തിരിക്കണമെന്നാ. 40 വയസ്സ് കഴിഞ്ഞവൻ, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ സങ്കടം തോന്നി. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ സദസ്സിൽ എന്തായാലും ഒരു 50-60 വയസ്സുള്ളവർ ഇരിപ്പുണ്ട്. നിങ്ങൾ ഇപ്പോഴും കുടുംബത്തെ പോറ്റാൻ ഇവിടെ വന്ന് കിടക്കാം. നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതമുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് ആഫിയത്തും ദീർഘായുസ്സും തരുമാറാകട്ടെ. 40 വയസ്സ് 50 വയസ്സ് കഴിഞ്ഞ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹ് കുഞ്ഞിന്റെ ഉമ്മ ഒന്ന് പെട്ടെന്ന് പിടിക്കറോ, അതിനെ പാവം കിടന്ന് കരയുന്നറോ. ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിയാൽ മതി, കുഞ്ഞിന്റെ കരച്ചിൽ മാറും. അല്ലാഹു കുഞ്ഞിനെ സാലിഹത്താക്കി കൊടുക്കുമാറാകട്ടെ. 50 വയസ്സ് കഴിഞ്ഞവനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, എല്ലാ ദിവസവും രാവിലെ ആകാശത്തൊരു മലക്ക് വന്നിട്ട് ഭൂമിയിലേക്ക് നോക്കിയിട്ട് 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ, 50 മുതൽ 60 വരെ പ്രായമുള്ള ആൾക്കാരെ വിളിച്ചിട്ട് പറയും, നിന്നെ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണല്ലേ. ഇങ്ങനെ നിന്നെ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ എണ്ണരുത്. നീ എവിടെയാ? പള്ളിക്കാട്ടി കിടക്കുന്ന കബറാളിയുടെ കൂട്ടത്തിലെ നിന്നെ എണ്ണാവൂ എന്ന് ഈ മലക്ക് വിളിച്ചു പറയുമെന്ന് നബിയനാ റസൂലുള്ളാഹി. 50 വയസ്സ് കഴിഞ്ഞവനോട് വിളിച്ചു പറയുന്നത്, നീ എപ്പോഴേ വിളഞ്ഞു നിൽക്കുക, വെട്ടേണ്ട സമയം കഴിഞ്ഞു, കൊണ്ടുപോകേണ്ട സമയം കഴിഞ്ഞു, അസ്രായിൽ കൊണ്ടുപോകാനുള്ള സമയം കഴിഞ്ഞു, ഇനി എപ്പോ വേണമെങ്കിലും നിന്നെ കൊണ്ടുപോകാം. അതുകൊണ്ട് നീ കബറി കിടക്കുന്നവന്റെ കൂട്ടത്തിൽ വേണം നിന്നെ എണ്ണാൻ എന്ന് പറഞ്ഞാൽ അതുപോലെ വേണം ജീവിക്കാനെന്ന്. 60 മുതൽ 70 വരെയുള്ളവനോട് വിളിച്ചു പറയുന്നത്, നിന്റെ കബർ ജീവിതം കഴിഞ്ഞു,
നിന്റെ ഖബർ ജീവിതം കഴിഞ്ഞു, അള്ളാഹുടെ മുന്നിൽ നിൽക്കുക. എവിടെ? വിചാരണയ്ക്ക് വേണ്ടി. പരലോകത്ത് നിൽക്കുന്നവരുടെ കൂട്ടത്തിലെ നിന്നെ എണ്ണാവൂ. ഇതാ മലക്ക് വിളിച്ചു പറയുക. 70 മുതൽ മുകളിലോട്ടുള്ളവനോട് പറയുന്നത്, നിന്റെ ഖബറും കഴിഞ്ഞു, നിന്റെ പരലോകവും കഴിഞ്ഞു, ലാസ്റ്റ് വിധി ഒന്നീ സ്വർഗത്തി അല്ലെങ്കിൽ നരകത്തി. ഇങ്ങനെ നിൽക്കുന്നവന്റെ കൂട്ടത്തിലെ നിന്നെ എണ്ണാവൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ മുറുകെ പിടിക്ക്. അതാണ് യഥാർത്ഥ സ്നേഹം. അതാണ്. അതുകൊണ്ടല്ലേ ഇന്നത്തെ ചെറുപ്പക്കാര് പ്രേമോ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് കറുത്ത ഉടുപ്പ് ധരിക്കാൻ തുടങ്ങിയത്, കണ്ണാടി ഇടാൻ തുടങ്ങിയത്. ഏതൊരു പടം ഇറങ്ങിയതിനു ശേഷം ചെറുപ്പക്കാര് താടി വളർത്താൻ തുടങ്ങി. ഉസ്താദന്മാര് കാലാകാലം കൊണ്ട് വഴുതു പറയുന്നടാ താടി വളർത്തണ സുന്നത്താന്ന്. വളർത്തുന്നുണ്ടോ? എന്താ? അപ്പൊ നീ മനസ്സിലാക്കേണ്ടത്, ആ സിനിമാ താരത്തിനോട് നിനക്ക് സ്നേഹം വന്നപ്പോ ഓൻ ചെയ്യുന്നത് നീ ചെയ്തു. പക്ഷെ നമുക്ക് മഹാനായ നബിയുനാ റസൂലുള്ളാഹി ആ പ്രവാചകൻ കരളിന്റെ കഷ്ടമാണെന്ന് പറയുന്നു. ഇതുവരെ കരള് കണ്ടെത്തിയിട്ടില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ പ്രവാചകന്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ സാധാരണ ഒരാളല്ലല്ലോ മുത്തുനബി. പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നമ്മൾ പഠിക്കണം. സാധാരണ ഒരാളല്ല. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം ഈ പെണ്ണുങ്ങളൊക്കെ പഠിക്കണം. റസൂലുള്ളാഹി തങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ കഴിയണം പെങ്ങളെ. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ സുന്നത്തുകൾ പിൻപറ്റാൻ പറയുമ്പോൾ എന്തേ നമുക്കിത്ര മടിയെന്തെന്നറിയുമോ? റസൂലുള്ളാഹി ആരാണെന്ന് നിനക്കറിയാത്തത് കൊള്ളതാണ്. അബൂ സലമ റളിയല്ലാഹു തആല അൻഹ ഉമ്മു സലമയുടെ ചരിത്രം അറിയുമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ആരാണെന്ന് അറിയണമെങ്കിൽ ഒരു ചരിത്രം പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉമ്മു സുലൈമിന്റെ വീട്ടിലേക്ക് കടന്നു പോകുമായിരുന്നു. ഉമ്മു സലമയുടെ വീട്ടിൽ പോകുമായിരുന്നു. അവർ വീട്ടിലില്ലാത്ത സമയത്ത് അവിടെ കിടന്നുറങ്ങുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം വല്ലാതെ ക്ഷീണമാണ്. പ്രവാചകൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് കിടന്നുറങ്ങുമ്പോ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഞെട്ടിയുണരുകയാണ്. ഞെട്ടിയുണരുമ്പോ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ കയ്യിലൊരു കുപ്പിയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, ഉമ്മു സലമ നീ എന്തു ചെയ്യുകയാ? പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ബർക്കത്തക യാ റസൂലല്ലാഹ്, ബർക്കത്തെടുക്കുകയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കിടന്നുറങ്ങുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പിങ്ങനെ താഴെ വീഴുകയാണ്. പ്രവാചകന്റെ വിയർപ്പിങ്ങനെ താഴെ വീഴുമ്പോ അവിടെ നിന്ന് കുപ്പി കൊണ്ടുപോയിട്ട് പിടിക്കുകയാ. അവിടെ നിന്ന് കുപ്പി കൊണ്ടുപോയി റസൂലുള്ളാഹി തങ്ങളുടെ വിയർപ്പ് തുള്ളി പോലെ താഴെ വീഴാതിരിക്കാ അവിടെ നിന്ന് ഇങ്ങനെ കുപ്പി കൊണ്ട് പിടിക്കുകയാണ്. എന്തിനു വേണ്ടി എന്നറിയുമോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ മക്കൾക്ക് രോഗം വന്നാൽ അവർക്ക് കൊടുക്കുന്ന മരുന്നിതാണ് നബിയേ, ഏറ്റവും വലിയ ഔഷധമാണ്. മഹദി പറയുകയാ, ഈ പിടിക്കുന്നത് എന്തിനെന്നറിയോ? എന്റെ മക്കൾക്ക് രോഗം വന്നാ അവർക്ക് ഞാൻ കൊടുക്കുന്ന മരുന്ന് ഈ വിയർപ്പാണ് നബിയേ. എന്തൊരു സുഗന്ധമാണ് നബിയേ, അങ്ങയുടെ വിയർപ്പിനെന്ത് സുഗന്ധമാണ് നബിയേ. ലോകത്തെ ഏറ്റവും വലിയ സുഗന്ധം അല്ലാഹുവിന്റെ റസൂലിന്റെ വിയർപ്പിനാണുമ്മ. അറിയണമടാ ചെറുപ്പക്കാരാ, മരുന്നില്ലെന്നാരാ പറഞ്ഞത്? രോഗങ്ങൾക്ക് മരുന്നില്ലെന്നാരാ പറഞ്ഞത്? ഉമ്മു സലമ പറയുകയാ, എന്റെ മക്കൾക്ക് രോഗം വന്നാ അവിടെ നിന്ന് കൊടുക്കുന്ന മരുന്ന് ഈ വിയർപ്പ് തുള്ളിയാണ് നബിയേ. തേക്കുന്ന സുഗന്ധം ഇതാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വിയർപ്പ് തുള്ളിക്ക് പോലും എന്തൊരു മഹത്വമെന്നറിയോ? എന്തൊരു
ഒരു ശിഫയെന്നറിയുമോ? അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ഒന്നുമെടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന വെള്ളത്തുള്ളികളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് തിരക്കാട് ആ ഒന്നുമെടുക്കുന്ന വെള്ളത്തുള്ളികളൊന്ന് കോരിയെടുക്കാ, അതൊന്ന് കുടിക്കാ, അതൊന്ന് ശരീരത്ത് തേക്കാ. സ്വഹാബത്ത് വല്ലാത്ത തിരക്കായിരുന്നു. അതുകൊണ്ട് അറിയണം ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ ആരാണെന്നറിയടാ. നിന്റെ മുത്തുനബിയുടെ വിയർപ്പിനെ പോലെ ശ്രേഷ്ഠതയാവൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരികയാണ്. റബീഉൽ അവ്വൽ നബിദിനം കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ ആദരിക്കണമടാ ചെറുപ്പക്കാരാ. ആര് പറഞ്ഞാലും, ഏത് പുത്തമ്പാതി പറഞ്ഞാലും, ആരൊക്കെ പറഞ്ഞാലും മരിക്കുന്ന കാലം വരെ മുത്തുനബിയുടെ മധുഹ് പറയണമടാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് പാരായണം ചെയ്യണം, നബിദിനം ആഘോഷിക്കണം. നിന്റെ മക്കൾക്കത് പറഞ്ഞു കൊടുക്കണം. വളർന്നു വരുന്ന തലമുറയ്ക്ക് നീ അത് പഠിപ്പിച്ചു കൊടുക്കണം. അത് നിന്റെ ബാധ്യതയാണ്, അത് നിന്റെ കടമയാണ്. തെളിവ് ചോദിക്കുന്നവനോട് പറയണം, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ടല്ലോ, അല്ലാഹു ആദരിച്ചിട്ടുണ്ടല്ലോ. തെളിവുകൾ നിരത്തി കൊടുക്കണം. അല്ലാഹു അതിനുള്ള ഈമാൻ നൽകുമാറാകട്ടെ, അതിനുള്ള ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബിദിനമൊക്കെ കടന്നു വരുമ്പോ വിമർശകർ ഒരുപാട് വരും. ഒരൊറ്റ ഉദാഹരണം പറയാം, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നിർത്താറായോ? അടികൊള്ളാൻ ചെണ്ട, പണം വാങ്ങാൻ മാരാര് അല്ലേ? അടികൊള്ളാൻ ചെണ്ട, വഴുതു പറയുന്ന ഉസ്താദിന് പച്ചവെള്ളം പോലും ഇല്ല, കേൾക്കാൻ വന്നവർക്കൊക്കെ കാപ്പി അവനെ കൊണ്ടുപോക്കോ. ചുമ്മാ പറഞ്ഞാ കുടിച്ചോ. അല്ലാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ചരിത്രം പഠിക്ക്, നിങ്ങൾ ചരിത്രം പഠിക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ശപിച്ച ഒരാളാണ് ആര്? അല്ലാഹ് ഖുർആനിലൂടെ ശപിച്ച ആളാരാ? ശപിച്ചവൻ അബൂലഹബ് അല്ലേ? അബൂലഹബിന്റെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക്. ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് കാണാം. സഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് കാണാം. അവിടെ നിന്ന് ചരിത്രം 2-3 ചരിത്രങ്ങളുണ്ട്. സഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചരിത്രം പറയുക. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അബൂജഹൽ മരിച്ചതിന് ശേഷം അവിടെ എന്തോ സ്വപ്നം കണ്ടു. അബൂജഹൽ മരിച്ചതിന് ശേഷം അബൂജഹലിനെ സ്വപ്നം കണ്ടു. അപ്പൊ സ്വപ്നം കണ്ടപ്പോ ചോദിച്ചു, മാ ഹാലുക്ക, നിന്റെ അവസ്ഥ എന്താ? അവിടെ നിന്ന് പറഞ്ഞു, ഫിന്നാർ, നരകത്തിലാ കിടക്കണേ. അബൂജഹൽ നരകത്തിലാണ് കിടക്കുന്നത്, അബൂജഹൽ നരകത്തിലാണ് കിടക്കുന്നത്. അബൂജഹൽ പറയുകയാണ്, നരകത്തിലാണ് കിടക്കുന്നതെങ്കിലും ഇല്ല അന്നഹു യുഖഫിഫു അന്നി കുല്ല ലൈലത്തിൻ നിസ്നി. അവിടെ നിന്ന് പറയാ, എല്ലാ തിങ്കളാഴ്ച ദിവസവും എന്റെ ശിക്ഷ അല്പം കുറയും. ഞാൻ നരകത്തിലാണ് കിടക്കുന്നതെങ്കിലും എല്ലാ തിങ്കളാഴ്ച ദിവസവും എന്റെ ശിക്ഷ അല്പം ഒന്ന് കുറയും. അന്നത്തെ ദിവസം എന്റെ കൈയുടെ വിരലിനടിയിലൂടെ വെള്ളം വരും. ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തത്രേ, ഒരല്പം വെള്ളം വരും, ഞാൻ കുടിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനെ ശപിച്ച അബൂലഹബിനെ നരകത്തിൽ കിടക്കുമ്പോ എല്ലാ തിങ്കളാഴ്ച ദിവസവും ശിക്ഷ അല്പം ലഘൂകരിക്കുകയും ചെയ്യുന്നു. കുടിക്കാനുള്ള വെള്ളം കൈയുടെ വിരലുകൾക്കിടയിലൂടെ കിട്ടുകയും ചെയ്യുന്നു. ഇതിന്റെ കാരണം എന്താ? ഇതിന്റെ കാരണം പഠിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ദിവസം, പ്രവാചകൻ ജനിച്ച ദിവസം, ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു അബൂലഹബിന്. ഈ അടിമപ്പെണ്ണ് വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് ജനിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ജനിച്ചു എന്ന് വന്നു പറഞ്ഞപ്പോ, ആ പ്രവാചകൻ ജനിച്ചു എന്ന് വന്ന് പറഞ്ഞപ്പോ ആ സന്തോഷത്തിന്റെ പേരിൽ അബൂലഹബ്, ആ പെണ്ണ് അടിമയായിരുന്നു, ഇന്ന് മുതൽ നീ മോചിപ്പിച്ചിരിക്കുന്നു, സ്വതന്ത്രയാക്കിയിരിക്കുന്നു, പൊക്കോ. ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞതല്ലേ, ഒരു സന്തോഷം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങള് ജനിച്ചു എന്ന് വന്ന് പറഞ്ഞ ആ സന്തോഷത്തിന് ആ പറഞ്ഞ പെണ്ണിനെ എന്ത് ചെയ്തു? മോചിപ്പിച്ചു വിട്ടു. നീ ഇന്ന് മുതൽ സ്വതന്ത്രയാ. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങള് ജനിച്ചു എന്ന് പറഞ്ഞ പെണ്ണിനെ ആ സന്തോഷത്തിന്റെ വേളയിൽ സ്വതന്ത്രയാക്കി വിട്ട ഈ അബൂജഹലിന് എല്ലാ തിങ്കളാഴ്ച അള്ളാഹു ഇങ്ങനെ ഒരു കരുണ
കരുണ കാണിക്കുന്നുണ്ടെങ്കിൽ, തബ്ബത്ത് യദാ അബീ ലഹബ് ഖുർആൻ ശപിച്ച ആ അബൂലഹബിന് അള്ളാഹു ആ മുത്തുനബിയുടെ ജന്മദിനം കൊണ്ട് സന്തോഷിച്ച അവൻ അള്ളാഹ് ഈ പ്രതിഫലം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഓർമ്മ വെച്ച കാലം മുതൽ മരിക്കണ കാലം വരെ മുത്തുനബിയെ ഹൃദയത്തിൽ കൊണ്ടു നടക്കണ നമുക്കെന്ത് പ്രതിഫലമായിരിക്കും? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാ ചിന്തിക്കേണ്ടത്. അബൂജഹലിന് അള്ളാഹ് ഇത്രയും കൊടുത്തില്ലേ? അതുകൊണ്ടാണ് കവി പറഞ്ഞത്, അതുകൊണ്ടാണ് കവി പറയുന്നത്, ഇദാ കാന ഹാദാ കാഫിറൻ ജാഅദമ്മഹു وتبت يداه في الجحيم مخلدا. അബൂലഹബിന് അള്ളാഹ് കൊടുത്തത് ഒരു കാഫിറായ അബൂജഹലിന് അള്ളാഹ് ഇത്രയും വലിയ ഒരു സ്ഥാനം കൊടുത്തെങ്കിൽ, ഒരു കരുണ കാണിച്ചെങ്കിൽ നമുക്കൊക്കെ എന്തായിരിക്കും? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.